നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ 2024 മികച്ച ഊർജ്ജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കായുള്ള പുരസ്കാരം മേയർ ആര്യ രാജേന്ദ്രന്. പ്രമുഖ ബിസിനസ്സുകാർ, സംരംഭകർ, ഓർഗനൈസേഷനുകൾ എന്നിവരെ ആദരിക്കുന്നതിന്, അംഗീകാരം നൽകുന്നതിനും ആഘോഷിക്കുന്നതിനുമായി എലൈറ്റ് പ്ലാറ്റ്ഫോം പ്രശസ്തമാണ്. കഴിഞ്ഞ ദിവസമാണ് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 8 ഫിലിംഫെയർ അവാർഡുകളും നേടിയിട്ടുള്ള ആൽബം ഖേർ അതാത് മേഖലയിലെ ചാമ്പ്യന്മാരെ ആദരിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി മേയർ രംഗത്തെത്തുകയും ചെയ്തു. ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ 2024 മികച്ച ഊർജ്ജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ച വിവരം സന്തോഷം എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. നഗരസഭാ പരിധിയിൽ ഊർജ്ജ കാര്യക്ഷമതയ്ക്കായി ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനും അതിന് നേതൃത്വം നൽകിയതിനുമാണ് ഈ അംഗീകാരം ലഭിച്ചത്. വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ള നിമിഷമാണിത്. ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. മേയറായി ചുമതല ഏൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദമായ വികസനം എന്നത്. നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്നതും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന നയം രൂപീകരിച്ചാണ് ഇതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഇതിന്റെ ഭാഗമായി 115 വൈദ്യുതി ബസ്സുകൾ, 100 വൈദ്യുത ഓട്ടോകൾ, 35 വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങി ഒട്ടേറെ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും, ലൈഫ് പദ്ധതിയിലെ ഭവനങ്ങളിലും, അങ്കണവാടികളും, സോളാർ റൂഫിംഗ് തുടങ്ങിയ പ്രകൃതി സൗഹൃദങ്ങളായ പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു. ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ പരിസ്ഥിതിയെ കൂടെ സംരക്ഷിക്കുന്നു എന്നതാണ് കാഴ്ചപ്പാട്. ഈ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ദേശീയ തലത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അംഗീകാരം ലഭിച്ചത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയ നഗരത്തിലെ ജനങ്ങൾ, സഹപ്രവർത്തകർ, ജീവനക്കാർ തുടങ്ങി എല്ലാവർക്കും ഈ ഘട്ടത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇനിയുള്ളത് ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിലും അതും കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നായിരുന്നു മേയറുടെ കുറിപ്പ്. അതിനിടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നിർമ്മാണം പുരോഗമിക്കുന്ന റോഡുകൾ ജൂൺ 15-നകം സഞ്ചാര യോഗ്യമാകുമെന്ന വാക്ക് പാഴായി. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള റോഡുകൾ ഇഴഞ്ഞു നീങ്ങുന്നത് തലസ്ഥാനത്ത് വെള്ളം കയറുന്നതിന് ആക്കം കൂട്ടുന്നുണ്ട്. ചാറ്റൽ മഴയിൽ കുളമായി കിടന്നിരുന്ന റോഡുകൾ പലതും മഴ ശക്തമാകുന്നതോടെ തോടാകുന്ന കാഴ്ചയാണ്. പണിക്കായി കുഴിച്ചിട്ടതോടെ പലയിടത്തും റോഡ് കുഴികളാകുന്ന കാഴ്ചയാണ്. ഓടയുടെ പണി നടക്കുന്നതിനാൽ വെള്ളമൊഴുകാത്ത സ്ഥിതിയിലായിരുന്നു പലയിടങ്ങളിലും. ഓവുചാലുള്ളിടത്ത് തന്നെ റോഡ് പണി കാരണം അടഞ്ഞു വെള്ളമൊഴുകാത്ത സ്ഥിതിയുണ്ടായി. 2017 പണി തുടങ്ങിയ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഇനിയും തീരാനുള്ള റോഡുകളിൽ 20 എണ്ണം വെട്ടിക്കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ചില റോഡുകളുടെ പണി ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. റോഡ് നിർമ്മാണം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കിയതിന് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയത് നഗരസഭയെയും പ്രതിരോധത്തിലാക്കി. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കേസെടുത്തിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം കനത്തതോടെ ജൂൺ 15-നകം സഞ്ചാര യോഗ്യമെന്ന ഉറപ്പ് നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.